ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പൊന്നാനി സ്വദേശിനിയുടെ പീഡന പരാതി അട്ടിമറിക്കാൻ പോലീസ് നീക്കം. പരാതി നൽകി 2 ദിവസമായിട്ടും ഇതുവരെ കേസെടുത്തില്ല. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയെങ്കിലും പ്രാഥമികാന്വേഷണം പൂർത്തിയായ ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാമെന്ന നിലപാടിലാണ് പോലീസ്. ടി വി പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, എന്താണ് അറിയാനാകുന്നത്? പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണത്തിൽ സ്മൃതി സാധാരണ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പരാതിക്കാരി പരാതി കൊടുത്ത് ദിവസം 2 കഴിഞ്ഞു, എന്നിട്ടും ഇതുവരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. സാധാരണ ഇത്തരം കേസുകളിൽ 376 അത് കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. പരാതി കിട്ടിയാൽ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതുതന്നെയാണ് ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ ഉയർന്ന ആരോപണങ്ങളിലും പോലീസ് ചെയ്ത് പരാതിയുള്ളവർ പരാതി നൽകിയതിന് പിന്നാലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പക്ഷേ ഇവിടെ മലപ്പുറത്ത് SP, DYSP, CI ഈ റാങ്കിലുള്ള മുതിർന്ന 3 ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി വന്ന സാഹചര്യത്തിലാണ് എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും അടക്കം ലംഘിച്ചുകൊണ്ട് പോലീസിൻ്റെ ഈ അട്ടിമറി ശ്രമം നടക്കുന്നത്. അതിനിടയിൽ നിയമവിരുദ്ധമായ ഒരു നിർദ്ദേശം മലപ്പുറം SP-യുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു. അതായത് SP സുജിത്ദാസ് അടക്കമുള്ളവർക്കെതിരായ പരാതി അഡീഷണൽ SP, അതായത് SP-ക്കും താഴെയുള്ളൊരു ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണമെന്നും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ മാത്രം കേസെടുത്ത് മുന്നോട്ട് പോയാൽ മതി എന്ന നിലപാടിലേക്കാണ് മലപ്പുറത്തെ പോലീസ് നീങ്ങുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുരുതരമായ ചട്ടലംഘനവും നിയമലംഘനവുമാണ്. സാധാരണ ഇത്തരം കേസുകളിൽ സംഭവിക്കാറുമില്ല. മാത്രമല്ല, ഇവിടെ പരാതിക്കാരിയായ സ്ത്രീ ഉന്നയിച്ച ആരോപണ വിധേയനായ ഇവിടുത്തെ മുൻ CI പൊന്നാനി CI വിനോദ് പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ അവരൊരു മോശം സ്ത്രീയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരുപാട് നീക്കങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിരുന്നു. അതുമാത്രമല്ല, ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, കേസുകളുണ്ടെന്നും അതുപോലെ ഒരുപാട് ആളുകളിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടി പരാതി കൊടുക്കുന്നവരാണ് എന്ന രീതിയിൽ ഇല്ലാത്ത കാര്യങ്ങളാണെന്ന നമ്മുടെ അന്വേഷണത്തിലും ബോധ്യപ്പെട്ടിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായി ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഇത് അട്ടിമറിക്കാനുള്ള വലിയ നീക്കമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇന്നലെ രാവിലെ പരാതിക്കാരി എത്തി പരാതി കൊടുത്തു. ഇന്ന് ഇതുവരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ല. അഭിഭാഷകർ പറയുന്നത് അടുത്ത ദിവസം തന്നെ കോടതിയിലേക്ക് നീങ്ങുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കും എന്നാണ്. സ്മൃതി.